പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഉരുളെടുത്ത നാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മുണ്ടക്കൈ ദുരിതബാധിതർക്ക് നൽകുന്ന ടൗൺഷിപ്പ് കൽപ്പറ്റയിലുള്ള അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എത്തിയിട്ടുണ്ട്. അല്പനിമിഷങ്ങൾക്കും അതിൻ്റെ ഉദ്ഘാടനം നടക്കും. പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല വ്യക്തികളും മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വീടുകൾ നൽകിയിട്ടുണ്ട്. നല്ലതാണ്. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ വീടുകൾ കൈമാറ്റമുണ്ടായി, അവർ നിർമ്മിച്ച വീടിൻ്റെ, അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വ്യക്തികളും രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള സമുദായ സംഘടനകളെല്ലാം നൽകുന്നത് ഒരു വിധേയത്വം കൂടിയാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ പൊതു ഖജനാവിൽ നിന്നും ഈ മുണ്ടക്കൈ ദുരിതബാധിതർക്ക് നൽകുന്ന വീട് അതൊരു അവകാശമാണ്, അത് സർക്കാരിൻ്റെ ഒരു കടമയാണ്. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് ഘട്ടം ഇന്നിവിടെ പ്രാവർത്തികമാകാണ്. ഒരുപാട് സന്തോഷത്തിലാണ് ഈ നാടും നാട്ടുകാരും കേരള സംസ്ഥാനവും മറ്റുള്ള എല്ലാവരും. അതുപോലെ തന്നെ വളരെ ഹാപ്പിയാണ് ഞാനും. അതിൻ്റെ കാഴ്ചകൾ ഇന്ന് നമുക്ക് അല്പം കാണാം. ഒരു ജനസമുദ്രം ഒന്നടക്കം ഒരുപാട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് കേട്ടോ. മനോഹരമായ വീടുകൾ, എല്ലാ സൗകര്യങ്ങളോട് കൂടിയ, നല്ല വൃത്തിയോടുകൂടി, എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് ഒക്കെ രീതിയിലാണ് ഇന്നിവിടെ ഓരോ വീടും നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വീടിൻ്റെ മുൻപ് ഭാഗത്താണ് ഞാനുള്ളത്. വെള്ളാർമലയുടെ താഴ്വാരത്ത് ഒരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് എന്ന് പാട്ടുപാടിയ ഉണ്ണിമാഷയുടെ കുട്ടികൾ പഠിക്കുന്ന വെള്ളാർമലയിലെ സ്കൂള് ഭൂമി ഏറ്റെടുത്ത് അതുപോലെ അവർക്ക് തിരിച്ചു കൊടുക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിലേക്ക് അഭംഗുരം നാം മുന്നോട്ട് പോവുകയാണ്. ഈ പ്രവർത്തനം കേരളം ഒരു മനസ്സായി നടത്തിയതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഒരു നിറത്തിന്റെ, ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ മാത്രം സ്വത്തല്ല. കേരളത്തിൽ എല്ലാവരും, പക്ഷമുള്ളവരും ഇല്ലാത്തവരും എല്ലാം അടങ്ങുന്ന കേരളം മാതൃകാപരമായി തന്നെ മനോഹരമായ കാഴ്ച കേട്ടോ. ഇവിടുന്ന് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം മൊത്തം കാണാം. അതുപോലെ തന്നെ സോളാർ സംവിധാനം, എല്ലാ കാര്യങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട്. എത്ര വീടാണ് പറഞ്ഞിട്ടുള്ളത് അത്ര വീടും നിർമ്മിച്ചു കൊടുക്കും എന്നുള്ളതിനുള്ള ഒരു ഉറപ്പാണ് ആ കാണുന്നത്. വീടുകളൊക്കെ അതിൻ്റെതായ നിർമ്മാണത്തിലാണ്, ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്നു കുടുംബാരോഗ്യ കേന്ദ്രം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു ലൈബ്രറി, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു മാർക്കറ്റ്, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു കളിക്കളം, ഈ നഗരത്തിൽ ഇനി വരാൻ പോകുന്നു പൊതു ഇടം, അതെല്ലാം കൂടി പൂർത്തീകരിക്കും. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.